രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? വലിയ പൊതുയോഗങ്ങൾ, വേദിയിലെ പ്രസംഗങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾ, പതാകകളും മുദ്രാവാക്യങ്ങളും എന്നിങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ പുതിയ തലമുറയുടെ രാഷ്ട്രീയം കുറച്ച് വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് ജെൻസി തലമുറയിലേക്ക് എത്തണമെങ്കിൽ വലിയ വേദികളിൽ നിന്ന് പ്രസംഗിച്ചാൽ മാത്രം മതിയാകില്ല. അവരുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ കേൾക്കണം, അവരോട് നേരിട്ട് സംസാരിക്കണം, അവരുടെ സംശയങ്ങൾ മനസ്സിലാക്കണം, അവരുടെ ഭാഷയിൽ അവരുമായി സംവദിക്കണം. ഇത്തരമൊരു മാറ്റമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഇടപെടലുകളിൽ കാണുന്നതെന്നാണ് വിലയിരുത്തൽ. യുവാക്കൾ, വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് യുവതികൾ അവരുടെ വിദ്യാഭ്യാസം, ജോലി, സുരക്ഷ, കരിയർ, വ്യക്തി സ്വാതന്ത്ര്യം തുടങ്ങി ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അപ്പോൾ ഇത് വെറും ഒരു രാഷ്ട്രീയ പരിപാടികളുടെ മാറ്റമാണോ, അതോ 2029 തിരഞ്ഞെടുപ്പിനെ പോലും മുന്നിൽ കണ്ടുള്ള ദീർഘകാല രാഷ്ട്രീയ തന്ത്രത്തിന്റെ തുടക്കമാണോ? പരിശോധിക്കാം. യുവ വോട്ടർമാരിലേക്ക് ശ്രദ്ധ മാറുന്നത് എന്തുകൊണ്ട്? ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ യുവ വോട്ടർമാർ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും നിർണായകമാണ്. എന്നാൽ ഇന്നത്തെ യുവാക്കൾ പഴയ തലമുറയിലെ വോട്ടർമാരിൽ നിന്ന് പല രീതിയിലും വ്യത്യസ്തമാണ്. അവർക്ക് രാഷ്ട്രീയ നേതാക്കളെ കാണുന്നത് പൊതുയോഗങ്ങളിൽ മാത്രമല്ല. എന്നാൽ ഇന്നത്തെ യുവാക്കൾ പഴയ തലമുറയിലെ വോട്ടർമാരിൽ നിന്നും പല രീതിയിലും വ്യത്യസ്തരാണ്. അവർ രാഷ്ട്രീയ നേതാക്കളെ കാണുന്നത് പൊതുയോഗങ്ങളിൽ മാത്രമല്ല, ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും അവർ നേതാക്കളെ നിരന്തരം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ആശയവിനിമയത്തിന്റെ രീതിയും മാറുകയാണ്. വലിയ പ്രസംഗങ്ങൾക്കൊപ്പം തന്നെ നേരിട്ടുള്ള സംഭാഷണങ്ങൾ, ചോദ്യോത്തരങ്ങൾ, യുവാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ, ചെറിയ കൂട്ടങ്ങളിലെ ചർച്ചകൾ, ഡിജിറ്റൽ ഇടപെടലുകൾ ഇവയ്ക്കെല്ലാം ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സമീപനത്തിലും ഈ മാറ്റം കാണാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. രാഹുൽ ഗാന്ധി അടുത്തിടെ കൂടുതൽ സജീവമായി ഇടപെടുന്ന മേഖലകളിൽ ഒന്നാണ് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ വെറും വിദ്യാഭ്യാസ നയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനുമപ്പുറം വിദ്യാർത്ഥികളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹം ഉയർത്തിക്കാണിക്കുന്നത്. മത്സര പരീക്ഷകൾ, ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ, തൊഴിലവസരങ്ങളുടെ കുറവ്, കരിയറിനെ കുറിച്ചുള്ള ആശങ്ക ഇതെല്ലാം ഇന്നത്തെ യുവാക്കളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് സർക്കാർ ജോലിക്ക് വേണ്ടി വർഷങ്ങളോളം തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പരീക്ഷയിലെ അനിശ്ചിതത്വം പോലും വലിയ പ്രശ്നമാണ്. ഒരുപാട് യുവാക്കൾക്ക് 20കളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ മത്സര പരീക്ഷകൾക്കായി ചെലവഴിക്കേണ്ടി വരുന്നു. അതിനിടയിൽ പരീക്ഷ റദ്ദാക്കുകയോ ചോദ്യപേപ്പർ ചോർച്ച പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ അത് അവരുടെ സമയം മാത്രമല്ല, അവരുടെ ആത്മവിശ്വാസത്തെയും ബാധിക്കും. ഇത്തരം പ്രശ്നങ്ങളെ രാഷ്ട്രീയ ചർച്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. ഛാത്രോം കി ഗൂഞ്ച്, യുവാക്കളുമായി നേരിട്ടുള്ള സംബന്ധം. ഛാത്രോം കി ഗൂഞ്ച്, യുവാക്കളുമായി നേരിട്ടുള്ള ബന്ധം. ഈ ശ്രമങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ലഭിച്ചത് ഈ ഛാത്രോം കി ഗൂഞ്ച് പോലുള്ള പരിപാടികളിലൂടെയാണ്. വിദ്യാർത്ഥികളുടെ ശബ്ദം നേരിട്ട് കേൾക്കുക എന്ന ആശയത്തിലാണ് ഇത്തരം സംവാദങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട മാറ്റമുണ്ട്. രാഷ്ട്രീയ നേതാവ് സംസാരിക്കുന്നു, ജനങ്ങൾ കേൾക്കുന്നു എന്ന പരമ്പരാഗത മാതൃകയ്ക്ക് പകരം ജനങ്ങൾ സംസാരിക്കുന്നു, നേതാവ് കേൾക്കുന്നു എന്ന വ്യത്യാസമാണ് ഇത്തരം പരിപാടികളെ ശ്രദ്ധേയമാക്കുന്നത്. യുവാക്കൾക്ക് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് പറയാൻ അവസരം ലഭിക്കുന്നുണ്ട്. രാഷ്ട്രീയ നേതാവിന് അവരുടെ ആശങ്കകൾ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ഇതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ പുതിയ ഇടപെടലുകളിൽ ശ്രദ്ധേയമായ മറ്റൊരു വിഭാഗമാണ് യുവതികൾ. പൂനെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്ന സംവാദങ്ങളിൽ യുവതികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക വേദികൾ ഒരുക്കിയിരുന്നു. ഇവിടെ സംസാരിച്ചത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ കുറിച്ച് മാത്രമല്ല, കരിയർ, സ്ത്രീ സുരക്ഷ, ആരോഗ്യം, വ്യക്തിപരമായ തീരുമാനങ്ങളിലെ സ്വാതന്ത്ര്യം, സമൂഹത്തിന്റെ പ്രതീക്ഷകൾ, വിവാഹം ഇതെല്ലാം ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്രായത്തിലുള്ള വിവാഹം, സുരക്ഷിതത്വത്തിന്റെ അഭാവം, ആരോഗ്യ സൗകര്യങ്ങളുടെ കുറവ്, സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതിലെ സാമൂഹിക സമ്മർദ്ദങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ യുവതികൾ ഉന്നയിച്ചതായി രാഹുൽ ഗാന്ധി തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ പൊതുവേദിയിലെ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ പലപ്പോഴും രണ്ടാം നിരയിലായിരിക്കും. പക്ഷേ യുവതികളുമായി നേരിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ യഥാർത്ഥ ആശങ്കകൾ പുറത്തു വരുന്നുണ്ട്.
അതാണ് ഈ സംവാദങ്ങളുടെ പ്രധാന പ്രത്യേകത. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ജെൻസി തലമുറ. ഈ തലമുറയിലേക്ക് എത്തുക രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്ര എളുപ്പമല്ല. കാരണം ഇവർക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് പരമ്പരാഗത മാധ്യമങ്ങളിൽ നിന്ന് മാത്രമല്ല, സാമൂഹിക മാധ്യമങ്ങളാണ് അവരുടെ പ്രധാന ഇടങ്ങളിലൊന്ന്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ത് പറയുന്നു എന്നതിലുപരി അദ്ദേഹം എങ്ങനെ സംസാരിക്കുന്നു, അദ്ദേഹം യുവാക്കളുടെ ചോദ്യങ്ങൾ കേൾക്കുന്നുണ്ടോ, അദ്ദേഹം അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നുണ്ടോ, അവരോട് സ്വാഭാവികമായി ഇടപെടുന്നുണ്ടോ, ഇതൊക്കെയാണ് പ്രധാനമാകുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഇടപെടലുകളിൽ ചെറിയ കൂട്ടങ്ങളിലെ സംഭാഷണങ്ങൾക്കും ഡിജിറ്റൽ ഇടപെടലുകൾക്കും കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. യുവാക്കളുടെ പ്രശ്നങ്ങൾ ഇന്ന് പഴയ രീതിയിലുള്ള തൊഴിൽ, വിദ്യാഭ്യാസ വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. തൊഴിൽ സുരക്ഷ, ശമ്പളത്തിലെ സ്ഥിരത, കരിയർ തെരഞ്ഞെടുപ്പ്, സാമൂഹിക സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം, മാനസികാരോഗ്യം, ഇതെല്ലാം യുവാക്കളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത് മറ്റുള്ളവരുടെ വിജയവുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യുന്നത് യുവാക്കളുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ പുതിയ തലമുറയുമായി രാഷ്ട്രീയമായി ബന്ധപ്പെടണമെങ്കിൽ അവരുടെ യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. രാഹുൽ ഗാന്ധിയുടെ പുതിയ രാഷ്ട്രീയ സമീപനം അതിലേക്കാണ് കൂടുതൽ നീങ്ങുന്നത്. ഇവിടെ മറ്റൊരു ചോദ്യം സ്വാഭാവികമായും ഉയരും. ഇതെല്ലാം യുവാക്കളോടുള്ള ആത്മാർത്ഥമായ സമീപനമാണോ, അതോ അടുത്ത തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ തന്ത്രമാണോ? രാഷ്ട്രീയത്തിൽ രണ്ടും ഒരേ സമയം ശരിയായിരിക്കാം. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതും അതിലൂടെ രാഷ്ട്രീയ പിന്തുണ നേടുന്നതും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളല്ല. യുവാക്കളുമായി ബന്ധം ശക്തമാക്കുക എന്നത് ഏതൊരു പാർട്ടിക്കും ദീർഘകാല രാഷ്ട്രീയ നിക്ഷേപമാണ്. ഇന്ന് വിദ്യാർത്ഥികളായിരിക്കുന്ന പലരും നാളത്തെ വോട്ടർമാരാണ്. ഇന്ന് കരിയറിനെ കുറിച്ച് ആശങ്കപ്പെടുന്ന യുവാക്കൾ നാളെ രാജ്യത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തും. അതിനാൽ തന്നെ ഈ വിഭാഗത്തെ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ പ്രധാനമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ പുതിയ സമീപനത്തെ എങ്ങനെ കാണണം? ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലയിലോ, അതോ പുതിയ തലമുറയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു മാറ്റം എന്ന നിലയിലോ? ഒരുപക്ഷെ രണ്ടും കൂടി ആയിരിക്കാം. വലിയ വേദികളിൽ നിന്ന് സംസാരിക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് ചെറിയ കൂട്ടങ്ങളിലിരുന്ന് കേൾക്കുന്ന രാഷ്ട്രീയത്തിലേക്ക്, പൊതുയോഗങ്ങളിൽ നിന്ന് നേരിട്ടുള്ള സംവാദങ്ങളിലേക്ക്, പഴയ തലമുറയുടെ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് യുവാക്കളുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് രാഷ്ട്രീയ ആശയവിനിമയം പതുക്കെ മാറുകയാണ്. രാഹുൽ ഗാന്ധി ഈ മാറ്റത്തെ എത്രത്തോളം വിജയകരമായി രാഷ്ട്രീയ പിന്തുണയാക്കി മാറ്റുമെന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയിലെ യുവാക്കളെ ഇനി വെറും വോട്ടർമാരായി മാത്രം കാണാൻ കഴിയുകയില്ല. അവർ ചോദിക്കും, ചർച്ച ചെയ്യും, വിമർശിക്കും, തങ്ങളുടെ അഭിപ്രായം സാമൂഹിക മാധ്യമങ്ങളിലൂടെ തുറന്നു പറയും. അതിനാൽ തന്നെ ഭാവിയിലെ രാഷ്ട്രീയം ജനങ്ങളോട് സംസാരിക്കുന്ന രാഷ്ട്രീയം മാത്രമല്ല, ജനങ്ങളെ കേൾക്കുന്ന രാഷ്ട്രീയം കൂടിയായിരിക്കും. രാഹുൽ ഗാന്ധിയുടെ പുതിയ നീക്കങ്ങൾ ആ മാറ്റത്തിന്റെ ഒരു സൂചനയാണോ? അത് കാലം തന്നെ തെളിയിക്കട്ടെ.